എൻ്റെ ലിമിറ്റേഷനെ ഉൾക്കൊണ്ടുകൊണ്ട് കൃത്യതയോടുകൂടി ആത്മാർത്ഥതയോടുകൂടി ഒരു പക്ഷേ ഞാൻ പറയുന്നു അഭിമാനത്തോടുകൂടി അത് എനിക്ക് മറ്റൊരു സ്ഥലത്തും കാണാൻ കഴിയാത്തൊരു കാര്യമാണ്. നിങ്ങൾ ഒരു കുട്ടി പോലും അങ്ങനെ ആവരുത്. അതുകൊണ്ട് തന്നെ ഞാൻ ഇനിയുള്ള എൻ്റെ തുടർന്ന കാലം ഈ ഒരു സ്ഥാപനവുമായി അസോസിയേറ്റ് ചെയ്ത് മുന്നോട്ട് പോകണം എന്നാഗ്രഹിക്കുന്നൊരു വ്യക്തിയാണ്. ഇവിടെ എത്തിപ്പെടുന്ന കുട്ടികളെ +2 കഴിഞ്ഞാൽ 5 മുതൽ 7 വർഷം വരെയാണ്. ആ ഒരു വേർഡിലാണ് നമ്മൾ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഡിയർ സ്റ്റുഡൻസ്, കഴിഞ്ഞ ദിവസം നിങ്ങൾ പലരും നീറ്റ് എക്സാമിനേഷൻ എഴുതി കാണുമല്ലോ. അതുപോലെ തന്നെ JEE എക്സാമിനേഷൻ കഴിഞ്ഞ മാസം നടക്കുന്നതും ഇനി അടുത്ത വീക്കുകളിൽ നടക്കുന്നതും എഴുതുന്നവരാണല്ലോ നിങ്ങൾ പലരും. എല്ലാവർക്കും എഴുതിയ എക്സാമിനേഷനിൽ അല്ലെങ്കിൽ ഈ അടുത്ത ആഴ്ച എഴുതാൻ പോകുന്ന JEE എക്സാമിനേഷനിൽ എല്ലാ ഭാവങ്ങളും നേരുന്നു. ഇനി നമ്മൾ ചിന്തിക്കേണ്ടത് അടുത്ത വർഷം നമ്മൾ എന്ത് ചെയ്യണം. എൻട്രൻസ് എക്സാമിനേഷനിൽ ഉന്നത റാങ്ക് കിട്ടിയ കുട്ടികളൊക്കെ പല പ്രൊഫഷണൽ കോഴ്സുകളിലും ചേരും എന്നുള്ളത് നമുക്കൊക്കെ അറിയാം. മറ്റുള്ളവരെ പറ്റിയാണ് എനിക്ക് ഈ വീഡിയോയിൽ പറയാനുള്ളത്. അവർ ഈ എക്സാമിനേഷൻ എഴുതിയപ്പോൾ ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലായി കാണും. എന്നോട് പല കുട്ടികളും പറയുന്നതാണ്, എക്സാമിനേഷൻ എഴുതി കഴിഞ്ഞിട്ട് പറയും, ഒന്ന് ശ്രദ്ധിച്ചിരുന്നെങ്കിൽ എനിക്ക് നല്ല മാർക്ക് കിട്ടുമായിരുന്നു. ആ ഒരു വേർഡിലാണ് നമ്മൾ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഒന്ന് ശ്രദ്ധിച്ചിരുന്നെങ്കിൽ. പല കുട്ടികൾക്കും പറ്റുന്നത് അതാണ്. ഈ കോമ്പറ്റേറ്റീവ് എക്സാമിനേഷനൊക്കെ എഴുതാൻ പോകുമ്പോൾ എന്താണ് കൃത്യമായി പഠിക്കേണ്ടത്, എങ്ങനെയാണ് അത് കുറേ കൃത്യനിഷ്ഠയോടെ പഠിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളെക്കുറിച്ച് അറിയാതെ ഒരുപാട് കാര്യങ്ങൾ അവർ പ്രിപ്പയർ ചെയ്യുകയും എന്നിട്ടോ വളരെ കുറഞ്ഞ സമയം കൊണ്ട് പരീക്ഷ എഴുതാൻ അവർ നിർബന്ധിതരാകുകയും ചെയ്ത് സ്ഥിതിക്ക് പിന്നീട് അവർ ചിന്തിക്കുമ്പോൾ മനസ്സിലാവും, എല്ലാ ചോദ്യങ്ങളും എനിക്ക് എഴുതാൻ പറ്റുന്നതായിരുന്നു, പക്ഷേ എവിടെയോ എന്തൊക്കെയോ എനിക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യം കൊണ്ടാണ് എനിക്ക് വേണ്ട വിധത്തിലുള്ള ഒരു റിസൾട്ടിലേക്ക് പോകാൻ പറ്റാത്തത്. ഇവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. നിങ്ങൾക്കറിയാം, നിങ്ങളെ +2 മാർക്ക് ബേസ് ചെയ്തിട്ട് പല കോഴ്സുകൾക്കും അഡ്മിഷൻ കിട്ടും. നമ്മൾ ചിന്തിക്കേണ്ടത്, നിങ്ങൾ ഇന്ന് 2022 നിങ്ങൾ പഠിച്ച് ഒരു ജോലിയൊക്കെ എത്താനുള്ള സമയം എന്ന് പറയുന്നത് +2 കഴിഞ്ഞാൽ 5 മുതൽ 7 വർഷം വരെയാണ്. 7-8 വരെ നമുക്ക് പോവാം. റിസർച്ച് ഫീൽഡിലൊക്കെ പോകുമ്പോൾ അത് 10 വർഷം വരെ നമ്മൾ ഒരു റിയൽ പ്രൊഫഷനിലേക്ക് എത്താൻ സമയമെടുക്കും. അപ്പോൾ ഇന്ന് നിങ്ങൾ കണക്ക് കൂട്ടി നോക്കൂ, ഈ 2022 ഇനി നമ്മൾ ചെല്ലാൻ പോകുന്നത് 2030-32 കാലഘട്ടത്താണ്. നിങ്ങളെല്ലാവരും ഇപ്പോൾ +2 പാസ്സായ നിങ്ങളെല്ലാവരും നിങ്ങളെ റിയൽ ലൈഫിലേക്ക് എത്തുന്നത്. നിങ്ങൾ പേപ്പറൊക്കെ വായിക്കുന്നുണ്ടാവും. ലോകത്തിൻ്റെ ഡെവലപ്മെൻറ്റിൽ ഏറ്റവും കൂടുതൽ എല്ലാ രാജ്യങ്ങളും ലോകമെമ്പാടും ഇന്ത്യ അടക്കം പണം ചെലവഴിക്കാൻ പോകുന്നത് ടെക്നോളജി അതുപോലെ തന്നെ പല അഡ്വാൻസ്ഡ് സയൻസ് മേഖലയിലേക്കാണ്. അവിടെയാണ് നിങ്ങൾക്ക് ജോലി സാധ്യത കൂടുതൽ. അവിടേക്ക് എത്താനുള്ള സ്റ്റെപ്പുകളെ കുറിച്ച് ചിന്തിക്കേണ്ട സമയമാണിത്. 5 കൊല്ലം കഴിഞ്ഞ് 2028-ലോ 2029-ലോ നമ്മൾ നമ്മളെക്കുറിച്ച് ആലോചിച്ച് ഞാൻ തിരഞ്ഞെടുത്ത വഴി ശരിയാണോ അല്ലേ എന്ന് വിലപിച്ചിട്ട് കാര്യമില്ല. അങ്ങനെ ഒരുപാട് കുട്ടികൾ എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ടുമുട്ടിയിട്ടുണ്ട്. നിങ്ങൾ ഒരു കുട്ടി പോലും അങ്ങനെ ആവരുത്. അതുകൊണ്ട് വരാൻ പോകുന്ന പഠനത്തെക്കുറിച്ച് കൃത്യമായിട്ട് ശ്രദ്ധിച്ചു വേണം നിങ്ങൾ മുന്നോട്ട് പോവാൻ. അവിടെ ഏറ്റവും കൂടുതൽ സാധ്യത എന്ന് പറയുന്നത് നിങ്ങൾക്ക് മെഡിക്കൽ ഫീൽഡിലേക്ക് എത്തുക, അതുപോലെ എൻജിനീയറിംഗ് ഫീൽഡിലേക്ക് എത്തുക, അതുപോലെ തന്നെ നിങ്ങൾ ഡിഗ്രികൾ എടുക്കുമ്പോൾ ഇൻ്റഗ്രേറ്റഡ് ഡിഗ്രിയിലേക്കൊക്കെ പോവാൻ സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലേക്കൊക്കെ അഡ്മിഷൻ നടത്തുക. അവിടെയൊക്കെ നിങ്ങൾ എത്തിച്ചേരുക. ജീവിതത്തിൻ്റെ നിങ്ങൾ സങ്കല്പിക്കുന്നത് എന്താണോ ഈ പറയുന്ന മേഖലകളിൽ നിങ്ങൾ എത്തിക്കഴിഞ്ഞാൽ നിങ്ങളെ ചിന്തിക്കുന്നത് അപ്പുറമായിരിക്കും നിങ്ങളെ ഭാവി എന്ന് എനിക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും. ഞാനിങ്ങനെയൊക്കെ പറയാൻ കാരണം,
ഞാൻ കഴിഞ്ഞ 32-33 വർഷം വിദ്യാഭ്യാസ മേഖലയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു അധ്യാപകനാണ്. ബേസിക്കലി ഐ ആം എ കെമിസ്ട്രി പ്രൊഫസർ, റിട്ടയർഡ് ഫ്രം ഫറൂഖ് കോളേജ്. എൻ്റെ പേര് അബ്ദുൾ റഷീദ്. അപ്പോൾ എനിക്ക് മനസ്സിലാവും ഈ 32 വർഷം 33 വർഷ കാലഘട്ടത്തിൽ എൻ്റെ മുന്നിലൂടെ കടന്നുപോയ, വളരെ വിജയകരമായിട്ട് കടന്നുപോയ, ഇന്ന് ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തും എനിക്ക് അഭിമാനത്തോട് പറയാൻ പറ്റും ഞാൻ പഠിപ്പിച്ച കുട്ടികളുണ്ട്. അവരൊക്കെ എന്തായിരുന്നു, എങ്ങനെയായിരുന്നു എന്ന് എങ്ങനെയായിരുന്നു എന്ന് എനിക്ക് ഇവിടുന്ന് ഇപ്പം നോക്കിയാൽ മനസ്സിലാവും. ഒരു പക്ഷേ ഇന്നത്തെ തലമുറ അതിലേക്കപ്പുറം, അതിനേക്കാൾ ഉപരി ഉന്നത തലത്തിലേക്ക് എത്താനായി. ഞാൻ വീണ്ടും വരട്ടെ, ഞാൻ വ്യത്യസ്ത മേഖലയെക്കുറിച്ച് പറഞ്ഞു. അത് എത്തിപ്പെടാൻ നമ്മൾ എൻട്രൻസ് എക്സാമിനേഷനിലേക്ക് പോകണം. എൻട്രൻസ് എക്സാമിനേഷൻ എങ്ങനെ പ്രിപ്പയർ ചെയ്യുന്നു? ഈ മേഖലയിൽ ഞാൻ വർഷങ്ങളായി വർക്ക് ചെയ്യുന്നുണ്ട്. ആരൊക്കെ സക്സസ് ആയി, എവിടെയെങ്കിലും നമ്മളൊരു ക്ലാസ് അറ്റൻഡ് ചെയ്തു എന്നുള്ളത് കൊണ്ട് മാത്രം നമുക്ക് കൃത്യമായിട്ട് പരീക്ഷയിൽ നമ്മൾ വിചാരിച്ച 99 അല്ലെങ്കിൽ 100% ഒക്കെ 99% അതിൽ കിട്ടുക എന്നുള്ളത് അത്ര എളുപ്പമായിട്ടുള്ള കാര്യമല്ല. വളരെ ചിട്ടയോടുകൂടി, വളരെ കൃത്യതയോടുകൂടി, ഒരു പക്ഷം അധ്യാപകരുടെ അല്ലെങ്കിൽ നിങ്ങളെ ഗാർഡിയൻസിൻ്റെ ശ്രദ്ധയോടുകൂടി രാവിലെ മുതൽ രാത്രി ഉറങ്ങുന്നത് വരെയുള്ള സമയം കൃത്യമായി ശ്രദ്ധിച്ച് പഠിച്ച് മുന്നോട്ട് പോയെങ്കിൽ മാത്രമേ ഈ ചുരുങ്ങിയ സമയത്ത് നമ്മൾ അക്വയർ ചെയ്തിട്ടുള്ള നോളജ് മുഴുവൻ നിങ്ങളെ ഉത്തരക്കടലാസിൽ നമുക്ക് പ്രകടിപ്പിക്കാൻ പറ്റും. അങ്ങനെയുള്ളൊരു സ്ഥലം നിങ്ങൾ കണ്ടെത്തുക എന്നുള്ളതാണ് നിങ്ങളെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ആ സ്റ്റെപ്പിൽ നിങ്ങൾ എത്തുക. ഞാൻ കേരളത്തിലെ പല സ്ഥാപനങ്ങളിലും വർക്ക് ചെയ്യാൻ ഭാഗ്യം കിട്ടിയ ഒരാളാണ്. പല സ്ഥലങ്ങളിലും വർക്ക് ചെയ്തു. ഇപ്പം ഞാൻ വർക്ക് ചെയ്യുന്നത് ഇവിടെ ഹാർവസ്റ്റ് എന്ന് പറയുന്ന ഒരു കോച്ചിങ് സെൻറ്ററിലാണ്. ഞാൻ കഴിഞ്ഞ 2 വർഷമായി ഇവിടുന്ന് വർക്ക് ചെയ്യുമ്പോൾ ഞാൻ ശ്രദ്ധിച്ച ഒരു പ്രധാന കാര്യം, ഇവിടെ എത്തിപ്പെടുന്ന കുട്ടികളെ സ്വന്തം മക്കളെ പോലെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോകുന്ന ഒരു അന്തരീക്ഷം ഇവിടെ ഞാൻ കണ്ടിട്ടുണ്ട്. രാവിലെ അവർ ഉണർന്ന് വൈകുന്നേരം ഉറങ്ങുന്നത് വരെയുള്ള സമയം കൃത്യമായിട്ട് അവരെന്ത് ചെയ്യണം എന്ന് ഇവിടെ എഴുതി വെച്ചതുപോലെ കാര്യങ്ങൾ നടന്നു പോകുന്നുണ്ട്. ഓരോ കുട്ടിയെയും പ്രത്യേകം ശ്രദ്ധിച്ച് അവർക്ക് എന്താണോ കുറവ് വന്നത് എന്ന് നോക്കി അവർക്ക് വേണ്ടത് എന്തൊക്കെയെന്ന് കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു സ്ഥാപനമായിട്ട് എനിക്ക് ഇതിനെ കാണാൻ പറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ ഇനിയുള്ള എൻ്റെ തുടർന്ന കാലം ഈ ഒരു സ്ഥാപനവുമായി അസോസിയേറ്റ് ചെയ്ത് മുന്നോട്ട് പോകണം എന്ന് ആഗ്രഹിക്കുന്നൊരു വ്യക്തിയാണ്. ഒന്നുകൊണ്ടുമല്ല, പല സ്ഥലങ്ങളിലും നമുക്ക് പോവാം, ക്ലാസ് എടുക്കാം, അതൊക്കെ ശരിയാണെങ്കിലും ഈ എൻട്രൻസ് എക്സാമിനേഷൻ കഴിഞ്ഞ് അതിൻ്റെ റിസൾട്ട് പ്രഖ്യാപിക്കുമ്പോൾ എത്ര കുട്ടികൾ നമ്മൾ പഠിപ്പിച്ച എത്ര കുട്ടികൾ മുന്നോട്ട് വന്നു, ആ റാങ്കിൽ വന്നു, എത്ര കുട്ടികൾക്ക് അവരെ ഭാവി സുരക്ഷിതമായി എന്നറിയുമ്പോഴാണ് ഒരു അധ്യാപകൻ എന്നുള്ള നിലക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം പൊതുവെ എല്ലാ അധ്യാപകർക്കും അതിൻ്റെ ഒരു ആത്മസംതൃപ്തി ഉണ്ടാവുക. അത് കിട്ടുന്നത് കൃത്യമായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് ഈ സ്ഥാപനത്തിലാണ്. ഇവിടെ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, ക്ലാസ്സുകളൊക്കെ കൃത്യസമയം തീർക്കുന്നു. അത് കഴിഞ്ഞിട്ടും അവർ അധ്യാപകരെ വിളിക്കുന്നു. രാവിലെ ഞാൻ പലപ്പോഴും ഇവിടെ വന്നിരുന്നിട്ടുണ്ട്. എന്നിട്ട് ഓരോ കുട്ടിയും എൻ്റെ അടുത്ത് വന്ന് അവന് എന്തൊക്കെ സംശയമുണ്ട് എന്ന് കൃത്യമായിട്ട് തീർത്തിട്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. അത് എനിക്ക് മറ്റൊരു സ്ഥലത്തും കാണാൻ കഴിയാത്തൊരു കാര്യമാണ്. അങ്ങനെ കുട്ടികളുടെ കൂടെ നിന്ന് അവർ ഇപ്പോൾ 12th അവരെ മാർക്ക് എത്രയാണോ എന്നല്ല, വരാൻ പോകുന്ന എക്സാമിനേഷനിൽ അവന് എത്രയാണ് മാർക്ക് അല്ലെങ്കിൽ എങ്ങനെയാണ് അവൻ റാങ്ക് ചെയ്തത് എന്ന് മാത്രം ഉദ്ദേശിച്ചുകൊണ്ട് കൃത്യതയോടുകൂടി ചിട്ടയോടുകൂടി മുന്നോട്ട് പോകുന്നൊരു സ്ഥാപനമാണ് ഹാർവസ്റ്റ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങൾ പല സ്ഥലങ്ങളിലും നിങ്ങൾ റിപ്പീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നുണ്ടാവാം. എവിടെ പോകുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, എനിക്ക് എൻ്റെ ലിമിറ്റേഷനെ ഉൾക്കൊണ്ടുകൊണ്ട് എന്നെ ശ്രദ്ധിക്കുന്ന ഒരു സ്ഥാപനത്തിൽ
നിങ്ങൾ എത്തിപ്പെടണം. എനിക്ക് ഉറപ്പ് തരാൻ പറ്റും, ആ ഒരു കാര്യത്തിൽ കൃത്യതയോടുകൂടി, ആത്മാർത്ഥതയോടുകൂടി, ഒരു പക്ഷേ ഞാൻ പറയുന്നു അഭിമാനത്തോടു കൂടി എനിക്ക് പറയാൻ പറ്റുന്ന ഒരു സ്ഥാപനമാണ് ഹാർവസ്റ്റ്. നിങ്ങൾ മറ്റ് കോച്ചിങ്ങുകളിലൊക്കെ, മറ്റ് കോഴ്സുകളിലൊക്കെ ചേരുന്നതിന് മുന്നേ ഞാൻ നേരത്തെ പറഞ്ഞ 2030-32 കാലത്ത് ഞാൻ എന്താവണം എന്ന് ആലോചിച്ച് കൃത്യമായിട്ട് പ്ലാൻ ചെയ്ത് സിസ്റ്റമാറ്റിക് പരീക്ഷകൾ, ഇവിടെ എന്ന് നോക്കിയാലും പരീക്ഷകളാണ്. കൃത്യമായി എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ഒരു 10 കൊല്ലത്തെ എല്ലാ ചോദ്യപേപ്പറുകളും ഇവർ ഈ പ്രാവശ്യം ചെയ്തതായിട്ട് ഞാൻ കണ്ടു. അങ്ങനെ കൃത്യമായി പഠിച്ച്, സിസ്റ്റമാറ്റിക്കായിട്ട് പഠിച്ച്, എല്ലാ പരീക്ഷകളും അതിൻ്റെ പ്രയാസങ്ങൾ മനസ്സിലാക്കി, ഓരോ പരീക്ഷയും മാറ്റങ്ങൾ വരുത്തി ഏറ്റവും നല്ല റാങ്ക് കിട്ടുന്ന ഒരു കുട്ടികളാവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇവിടെ ഹാർവസ്റ്റിനെ പ്രിഫർ ചെയ്യുക. ഇവിടെ വന്ന് അന്വേഷിക്കുക. ഈ പറയുന്ന കാര്യങ്ങളൊക്കെ അതേപോലെയാണോ എന്ന് നിങ്ങൾ അന്വേഷിച്ച് കണ്ടെത്തുക. എന്നിട്ട് നിങ്ങളെ ഭാവിയിലേക്കുള്ള വഴി നിങ്ങൾ ഹാർവസ്റ്റിലൂടെ കണ്ടെത്തണം എന്ന് ഒരിക്കൽ കൂടി പറയട്ടെ ഞാൻ. താങ്ക് യു.